അല്ല അമ്മ എന്നാ കല്യാണത്തിന് വേണ്ടി ഇത്ര പെട്ടെന്ന് തന്നെ ചടങ്ങെല്ലാം കഴിഞ്ഞോ? പരിപാടി മൊത്തമൊന്നും കഴിഞ്ഞില്ല. ചടങ്ങൊക്കെ കഴിഞ്ഞ് താലികെട്ട് കഴിഞ്ഞ് ഫോട്ടോ എടുപ്പിക്കല ഞാനിങ്ങ് പോന്നു. അല്ല അപ്പൊ അമ്മ ഫോട്ടോ എടുക്കാൻ നിന്നില്ലേ? ഞാൻ ഫോട്ടോ എടുക്കാനൊന്നും കൂടിയില്ല. ആ കല്യാണപ്പെണ്ണ ആരാ? അവളുടെ വകയിലെ അമ്മായിയായിട്ട് വരും ഞാൻ. അവളുടെ അച്ഛന്റെ മൂത്ത ചേട്ടത്തിയുണ്ട്. ചേട്ടത്തിയുടെ അനിയന്റെ ഭാര്യയുടെ കൊച്ചമ്മയായിട്ട് വരും ഞാൻ. അതായത് ഇവളുടെ അമ്മായിയാണ്, ഈ കല്യാണപ്പെണ്ണ അമ്മായിയാണ്. അപ്പൊ ഞാൻ ആ പരിപാടിക്ക് പോയി ചെന്നിരിക്കുമ്പോ ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന എന്നെ ഫോട്ടോ എടുക്കാൻ അവള് വന്ന് വിളിക്കണ്ടേ? കല്യാണപ്പെണ്ണ് വന്ന് ഫോട്ടോ എടുക്കാം, അമ്മായി വാ ഫോട്ടോ എടുക്കാൻ വിളിക്കണ്ടേ? അവള് വിളിച്ചില്ല. അവളോടെ വലിയ കഥയായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു. ഞാൻ അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പോയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവളുടെ പ്രവൃത്തി കാര്യങ്ങളൊന്നും. അവളുടെ പോക്ക് കാണായിരുന്നു കല്യാണപ്പെട്ട്. കുറെ തോരണങ്ങളായിട്ട് കുറെ പെണ്ണുങ്ങളുടെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ചാണ് സ്റ്റേജിലോട്ട് കയറിയത്. എവിടെയെങ്കിലും നടക്കണാണ് കണ്ടേച്ചാലും നല്ല കോലമാണ് പെണ്ണെ കാണാൻ. എന്റെ അമ്മേ, അവള് കല്യാണപ്പെണ്ണല്ലേ? അവള് സ്റ്റേജിൽ നിന്ന് വന്ന് ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കണ അമ്മേനെ വന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഒരു മര്യാദക്ക് നമ്മൾ പോയി നിന്ന് ഫോട്ടോ എടുക്കുക. അവള് കുടുംബക്കാരെന്നെ വിളിച്ചിട്ടല്ലേ പോയത്. അതിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നാ? എന്നെ ഇങ്ങോട്ട് വിളിക്കാണ്ട് ഒരു കാര്യത്തിന് ഞാൻ അങ്ങോട്ട് കയറി ചെന്നിട്ടില്ല. എന്നെ ഇങ്ങോട്ട് വന്ന് വിളിച്ചാൽ ഞാൻ എല്ലാത്തിനും സഹകരിക്കും. അപ്പണ്ട് നല്ല അഹങ്കാരം പിടിച്ചപ്പെട്ട ഒരു വകയിലൊരു അമ്മായി ആയിട്ടില്ല എന്നെ ഒരു ബഹുമാനം ഒരു തന്നില്ല. അതുകൊണ്ട് ഞാൻ എടുത്തില്ല ഫോട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്. കല്യാണപ്പെട്ട് ഫോട്ടോ എടുക്കാൻ വിളിച്ചില്ല എന്നും പറഞ്ഞ് പിടങ്ങിയിരിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അല്ല അമ്മ ഭക്ഷണം കഴിച്ചില്ലേ? സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനൊന്നും കഴിച്ചില്ല. അതെന്താ അമ്മ കഴിക്കാണ്ട് വന്നേ? എന്നെ വന്ന് വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അത്ര തന്നെ. കല്യാണം അവര് വിളിച്ചിട്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ ആ ഓഡിറ്റോറിയത്തിൽ പോയിരിക്കുമ്പോ നമ്മളെ ആ പെണ്ണിന്റെ അപ്പനും അമ്മയും വന്ന് വിളിക്കണ്ടേ? അത് അതേ നാളെ വായും വിളിച്ച് നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. എന്നെ വന്ന് വിളിക്കണ്ടല്ലേ? ചേച്ചി, അമ്മായി, അല്ലെ വാ ഒന്ന് കഴിക്കാം ഇന്ന് പറയണ്ടേ അല്ലേ? എന്നെ വിളിച്ചില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. എങ്ങ് പോന്നു ആ ദേശത്തിന്. കണ്ടേച്ചാ മതി കല്യാണം. ഇല്ല, കല്യാണക്കാര് വന്നേക്കുന്നു. ഞാനും ഇഷ്ടംപോലെ കല്യാണം കൂടിയിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് ഇരിക്കുമ്പോ തന്നെ ആ ബഹുമാനം കൊണ്ട് ചേച്ചി വാ കഴിക്കാം കേട്ടോ എന്നാ അവര് തന്നി തള്ളി വന്ന് പറയും. ഇത് പറഞ്ഞില്ല, അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ കഴിച്ചില്ല. എന്റെ അമ്മ എന്തൊക്കെയാ പറയണേ? അമ്മ മാത്രമാണ് ആ കല്യാണത്തിന് പോയിട്ടുള്ളത്? അവരുടെ മകളുടെ കല്യാണമല്ലേ? ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടാവും. അവരുടെ അതിഥികളെ സ്വീകരിക്കണം, ചെറുക്കന്റെ വീട്ടുകാരെ നോക്കണം, ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ കാര്യമുണ്ട്. അതിന്റെ ഇടയിൽ അമ്മനെ വന്ന് വിളിക്കാൻ അവര് മറന്നുപോയതാണ്. അതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുവോ? ചെറുക്കന്റെ അപ്പനെ അമ്മയെ വിളിച്ചില്ല, അല്ലെങ്കിൽ പെണ്ണിന്റെ അപ്പനെ അമ്മയെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുവോ? അല്ലെങ്കിൽ പിണങ്ങി ഇങ്ങോട്ട് വരുവോ? അമ്മ എന്താ ഈ കൊച്ചു പിള്ളേരുടെ കൂട്ടി ഇങ്ങനെയൊക്കെ? നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരില്ല കേട്ടോ. ഇഷ്ടംപോലെ കല്യാണം കൂടിയിട്ടുള്ള ആളാ ഞാൻ. എനിക്ക് തരേണ്ട ബഹുമാനം എല്ലാവരും തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കല്യാണങ്ങൾക്ക് ഞാൻ ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്, അവരുടെ രീതിയിൽ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. അല്ലാത്തവരുടെ ഇങ്ങനെ ഇറങ്ങി പോന്നിട്ടുണ്ട്. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കില്ല കേട്ടോ. ഈ അമ്മയുടെ ഒരു കാര്യം. ചേച്ചിയെ, ഇതെവിടെ പോയവാ? ഞാനേ അപ്പുറത്തെ വീട്ടില് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് സുധയുടെ അവിടെ. അത് മേടിക്കാൻ പോവായിരുന്നു. എന്തുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോന്ന്. അല്ലല്ല, ആൻ ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന് കണ്ടില്ലല്ലോ? ഇവിടുന്ന് മോനും മരുമോളൊക്കെ വന്നല്ലോ. എന്ത് പറ്റി, വയ്യായിരുന്നാ? നാൻസി എന്നെ കല്യാണം നേരിട്ട് വിളിച്ചില്ല, അതാ ഞാൻ വരാഞ്ഞത്. എന്റെ മകനും മരുമോളും ഒക്കെ പോയായിരുന്നു. അല്ല, ഞങ്ങളെയൊക്കെ വീട്ടിൽ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നില്ലേ വിളിക്കാൻ? ഇവിടെ വന്നു. പല സമയത്ത് ഞാനാണെങ്കിൽ റേഷൻ കടയിൽ പോയേക്കുമായിരുന്നു. ഇവിടെ ആണെങ്കിൽ മകനും ഉണ്ടായിരുന്നു, മരുമോളും ഉണ്ടായിരുന്നു. അവരെ അങ്ങ് വിളിച്ചോണ്ട് പോയി. അതാണോ മര്യാദ? ഞാനൊന്നുമില്ലെങ്കിൽ ഈ പ്രദേശത്തെത്തി അത്യാവശ്യം ബഹുമാനത്തിനും ആൾക്കാരെന്നെ നല്ല രീതിയിൽ ബഹുമാനിക്കുന്ന എല്ലാ കാര്യം ഉണ്ടെങ്കിലും ഇവിടെയുള്ള നാട്ടുകാർ എന്നോടൊന്ന് പറഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ. അത് നാൻസിക്ക് അറിയാവുന്നതാ. അപ്പൊ നാൻസി എന്നെ നേരിട്ട് കണ്ട് വിളിക്കണ്ടല്ലേ, അവിടെ പോയില്ല. അല്ല, അവര് വീട്ടിൽ വന്ന് വിളിക്കാത്തോണ്ടല്ലോ. അവര് വിളിക്കാൻ വന്നപ്പോ ചേച്ചി ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ? അതിനൊക്കെ പോവാണ്ടിരിക്കണ ആവശ്യം ഉണ്ടായിരുന്നാ? വന്ന സമയത്ത് ഇല്ലെങ്കിൽ എന്നാ പിന്നൊന്ന് വന്ന് എന്നെ വിളിക്കേണ്ടത് അവളുടെ ഒരു മര്യാദയല്ലേ? ഫോൺ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. അന്ന് നേരിട്ട് വിളിക്കണം, അതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് പോകാഞ്ഞേ. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പിടിക്കത്തില്ല. എനിക്ക് ഇങ്ങോട്ട് ബഹുമാനം തന്നാൽ അങ്ങോട്ടും ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. എന്നെ കേട്ടാണ്ടങ്ങൾ. ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ. ശരി എന്നാ, പിന്നെ കാണാട്ടാ. അമ്മേ, ഇത് നോക്കി, കുഞ്ഞിന്റെ ഫോട്ടോ നോക്കി. അരുണേട്ടന്റെ കുഞ്ഞിന്റെയാ. കുഞ്ഞുണ്ടായോ? അതിപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മ അറിഞ്ഞില്ലേ? മിനിങ്ങാന്നുണ്ടായല്ലോ. വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവന്റെ മാമിയല്ലേ? കുഞ്ഞുണ്ടായിട്ട് എന്നെ അവനൊന്ന് വിളിച്ചു പറയാഞ്ഞേ? അത് കൊള്ളാമല്ലോ. അവൻ എന്നെ വിളിച്ചു പറയണ്ടല്ലോ, ആദ്യം വിളിച്ചു പറയേണ്ടത് തന്നെയല്ലേ? എന്നിട്ട് അവനെന്നെ വിളിച്ചു പറയാഞ്ഞേ?
അമ്മ അവര് ഹോസ്പിറ്റലല്ലേ, പല തിരക്കുകളുണ്ടാവില്ലേ, പ്രസവിച്ചത് പിന്നെ കുഞ്ഞ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ മറന്നു പോയതാണ്. പിന്നെ വകയിലൊരു മാമിയല്ലേ, അതിനിപ്പോ എന്താ ഇത്ര വിളിച്ചു പറഞ്ഞില്ല, ഇപ്പൊ എന്താ അതിന് ഇത്ര പ്രശ്നം ഉണ്ടാക്കണം എന്തിനാ? എന്തൊക്കെ തിരക്കാണെങ്കിലും നമ്മുടെ വീട്ടിലൊരു കാര്യം ഉണ്ടാകുമ്പോ കുടുംബത്തിലുള്ള മുതിർന്ന ആൾക്കാരെ വിളിച്ചു പറയേണ്ടത് ഒരു മര്യാദയല്ലേ? എന്ത് ഇത് എന്തുവായി പറയുന്നേ? വാട്സാപ്പിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ട് അല്ലെങ്കിൽ ഫോട്ടോ കണ്ടിട്ട് വേണോ ഞാൻ അവന് കുഞ്ഞുണ്ടായെന്ന് മനസ്സിലാക്കാൻ? മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. അമ്മ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ, നമ്മള് എല്ലാം ഒന്നും എല്ലാവരെയും അറിയിക്കാൻ പറ്റണമെന്നില്ല. അതൊക്കെ അറിഞ്ഞും കണ്ടുമൊക്കെ നിൽക്കുവല്ലേ വേണ്ടത്. എന്തായാലും വരുന്നുണ്ടല്ലോ, പരിപാടികളൊക്കെ വരുന്നുണ്ട്. നൂലുകെട്ട്, 28 കൂട്ടി കൊണ്ടുപോക്ക്, ഒന്ന് അത് ഇത് ഇതൊക്കെ പറഞ്ഞ് വരുന്നുണ്ടല്ലോ. കാണിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ പറയാം, അവൻ ഈ വിളിച്ചു പറയാത്തതിന്റെ കാര്യം ഞാൻ അപ്പൊ പറയാം. ഒരു പരിപാടിക്ക് ഞാൻ പോകത്തില്ല. എന്നാലും അവൻ എന്നെ വിളിച്ചു പറയാഞ്ഞേ? എന്റെ മാമിയല്ലേ ഞാൻ? വിളിച്ചു പറയേണ്ടതല്ലായിരുന്നോ? പ്രസവിച്ച ഉടനെ വിളിച്ചു പറയേണ്ടത് തന്നെയല്ലേ? അയ്യേ. മാമി, അല്ല ഇതാര്? ഞാൻ ഓരോ തിരക്കുകളൊക്കെ കാരണം ഇവിടെ വരാൻ പറ്റിയില്ല. ഞാനിപ്പോഴേ ഭാര്യയുടെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങാണ്. മാമീനെ അത് വിളിക്കാൻ പറഞ്ഞേ ഞാൻ. അതിന് നിന്റെ ഭാര്യ എപ്പോഴാടാ ഗർഭിണിയായേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് തന്നെ കുറെ ആയല്ലോ മാമി നമ്മൾ കണ്ടിട്ട്. എനിക്കും കൂടെ ഒന്നും വരാനും പറ്റിയില്ല, അതൊക്കെ കൊണ്ടാണ് പറയാണ്ടിരുന്നത്. എടാ നിന്റെ വകയിലെ മാമിയല്ലടാ ഞാൻ. നീ ഇത്രയും നാളായിട്ട് എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞു പോലില്ലല്ലോ. എന്റെ മനസാക്ഷി ഇടാ നിന്റെയൊക്കെ. എന്നെയല്ല നീ ആദ്യം വിളിച്ചു പറയട്ടെ. അത് എന്റെ മാമി ക്ഷമിക്കേ, പോട്ടെ, സാരമില്ല. ഇങ്ങോട്ടൊന്നും വരാനും പറ്റിയില്ലല്ലോ, പറ്റിപ്പോയി. മാമി ഒന്ന് ക്ഷമിക്കണ്ടേ. നേരത്തെ കാലത്ത് എത്തിയേക്കണം കേട്ടോ മാമി. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, പിണങ്ങി ഇരുന്നേക്കല്ലേ. മാമിയുടെ കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞേ. എന്ന് വെച്ചാൽ കല്യാണത്തിന്റെ സമയത്താണ്, കല്യാണം കഴിഞ്ഞ് പെണ്ണുമായിട്ട് വീട്ടിൽ കയറി വന്ന സമയത്ത് ചായ കുടിക്കാനെങ്ങാണ്ട് മാമിനെ പ്രത്യേകം വിളിച്ചില്ലെന്ന് പറഞ്ഞ് മാമി അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. പിന്നെ ആ വീട്ടിലോട്ട് മാമി കയറിയിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞ, മാമി പിണങ്ങിയിരിക്കല്ലേ, പഴയ കാര്യങ്ങളൊക്കെ പോട്ട്, കഴിഞ്ഞു. ഇതിലും മാമി എന്തായാലും വന്ന് കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് ചെയ്യണം കേട്ടോ. ഞാൻ അതാ നേരിട്ട് വന്ന് വിളിച്ചു. ബാക്കി എല്ലാവരും ഫോണിൽ കൂടെ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ മാമി അങ്ങനെ അല്ലല്ലോ, മാമിനെ നേരിട്ട് വന്ന് വിളിച്ചില്ലെങ്കിൽ മാമി പിണങ്ങിയിരിക്കും. അതുകൊണ്ടാ പിന്നെ ഞാൻ നേരിട്ട് വരാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഞാനങ്ങനെ ആരോടും വൈരാഗ്യവും ദേഷ്യവും ഒന്നും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വരാതിരിക്കത്തുമില്ല. ഞാൻ വന്നേക്കാടാ. നിനക്ക് ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട, ചായ ഒന്നും വേണ്ട. ഞാൻ ഡ്യൂട്ടിക്ക് ഇടയില, എന്തെങ്കിലും കൂടെ ഒന്ന് വന്ന് കയറിയിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് വരാം മാമി, ഞാനത്താ ഇറങ്ങിയേക്കട്ടെ. ശരിയടാ, ശരി. പിന്നെ ഒന്നുകൂടെ പറഞ്ഞേക്കുക, പിണക്കൊന്ന് വിചാരിച്ചേക്കല്ലേ കേട്ടോ, നേരത്തെ വന്നേക്കണേ. ശരിയെന്നാ. അവൻ എന്നെ ആക്കി പറഞ്ഞാണോ? വന്നപ്പോ തൊട്ടേ എന്നെ ഒരുമാതിരി കൊള്ളിച്ചാ സംസാരിക്കുന്നത്. എന്തോ ഉണ്ട്. അല്ലേലും അവന്റെ ഭാര്യ ഗർഭിണിയായിട്ട് എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞത് പോലും ഇല്ല. പിന്നെ ഞാൻ എന്തിനാണ് അവന്റെ ഭാര്യയുടെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ പോണത്? മര്യാദകളല്ല അവൻ കാണിച്ച്. ഞാൻ പോകുന്നില്ല. അമ്മേ, അമ്മേ. ഞാനൊന്ന് കിടന്നേ ഉള്ളു. എന്താ? ദിവാരം വലിച്ച് മരിച്ചു. ഈശ്വര, ദിവാകരൻ മരിച്ചോ? അയ്യോ, അല്ല നീ ഇതെങ്ങനെയാ അറിഞ്ഞേ? അമ്മ, ദിവാരം വലിച്ചിന്റെ മോൻ അഭിഷേക് എന്നെ വിളിച്ചു പറഞ്ഞതാ. അല്ല, അഭിഷേക് നിന്നെയാണോ വിളിച്ചു പറയേണ്ടത്? ദിവാരനെ എന്റെ അമ്മാവന്റെ മോനാ. ദിവാരനായിട്ട് ബന്ധം എനിക്കാ. അഭിഷേക് അപ്പൊ എന്നെയല്ലേ വിളിച്ചു പറയണ്ടേ? നിന്നെയാണോ വിളിച്ചു പറയേണ്ടത്? എന്റെ അമ്മേനെ വിളിച്ചു കാണും. വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് വല്ലതും ആയിരിക്കും. അമ്മ ഉറങ്ങുമല്ലായിരുന്നോ, അതുകൊണ്ട് വല്ലതും ആയിരിക്കും. പിന്നെ ഇതിപ്പോ അവിടെ അറിയിച്ചാ പോരെ, ഈ വീട്ടിലല്ലേ. അതൊക്കെ പിന്നെ പറയാ. ഞാൻ ഓട്ടോ വിളിക്കട്ടെ, നമുക്ക് പോണ്ടേ? ഞാനൊന്നുമില്ല, നീ വേണേ പൊക്കോ. അമ്മ വരണില്ലെന്നാ? അതെന്താ? നീ അവനോട് പൊക്കോ. ഞാൻ എന്തായാലും വരുന്നില്ല. മരണം എന്നെയായിരുന്നു ആദ്യം വിളിച്ചു പറയേണ്ടത്, എന്നെ വിളിച്ചില്ല. പിന്നെ ഞാൻ എന്തിനാ പോണത്? എന്റെ അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മയുടെ അത്രയും അടുത്ത ബന്ധമല്ലേ, പോകാണ്ട് പറ്റുവോ? നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്ന് വരുന്നില്ല. എന്നെയായിരുന്നു മരണം വിളിച്ചു പറയേണ്ടത് ആദ്യം. അല്ലാണ്ട് നാട്ടുകാരെ മൊത്തം വിളിച്ചു പറഞ്ഞിട്ട് എന്നെ വല്ലവരും പറഞ്ഞല്ല ഞാൻ അറിയേണ്ടത്. അത് മോശമായിപ്പോയി. അഭിഷേക് ചെയ്തത് തെറ്റാണ്. അല്ലെങ്കിൽ വേറെ ഏത് മക്കളുണ്ടല്ലോ, മക്കൾ ആർക്കും എല്ലാം വിളിച്ചു പറയണ്ടല്ലോ. മരിച്ച വഴിക്ക് എന്നെ അറിയിക്കണ്ടല്ലേ? എന്താണ്? ഇല്ല, ഞാനില്ല, നിങ്ങളുടെ കൂടെ പൊക്കോ. ഞാൻ കിടന്നുറങ്ങാൻ പോവാ. ചേച്ചി ഞാൻ മരിച്ചിട്ട് വരാഞ്ഞേ? എന്നെ കാണാൻ വരുന്നില്ലേ? ഞാൻ വന്ന് വിളിക്കാത്തോണ്ടാണ്. ഞാൻ വിളിക്കേച്ചി. അവൻ മരിച്ചിട്ട് ഞാൻ പാത്തോട്ടെ? അവന്റെ പ്രേതം എന്നെ അന്വേഷിച്ചു വന്നായിരിക്കോ?
അയ്യോ ഇപ്പൊ തന്നെ പോവാ. ഹോ, മോളെ ഇറങ്ങിയായിരുന്നോ?